നല്ല നോക്കിയിട്ടൊരു തസ്ബീഹ് മാല വാങ്ങണം എല്ലാവരും. എവിടുന്ന കിട്ടുക വെച്ചാൽ ഉരുണ്ട മണിയുള്ളതാണ് ഏറ്റവും നല്ലത്. 101 മണിയുള്ളത് വാങ്ങണം. 33, 33, 33, 99 2 വലിയ മണിയും അങ്ങനെ 101 മണിയുള്ളതാണ് വാങ്ങേണ്ടത്. 100ഉള്ളതും വാങ്ങരുത്, എഴുത്തുള്ളതും വാങ്ങാതിരിക്കലാണ് നല്ലത്. എഴുത്തുള്ളത് ചിലപ്പോൾ ഷിയാക്കളുടേതായിരിക്കും, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഉരുണ്ട മണിയാണ് നല്ലത്. 101 ഉള്ളതാവണം. 100 മണിയുള്ളത് നമ്മളതല്ല. തസ്ബീഹ് മാല നമുക്ക് മാത്രമല്ല ഉള്ളത്, പല മതക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് 101 ഉള്ളതാണ് നമ്മളത്, അതന്നെ വാങ്ങണം. ആദ്യം ആണിമ തൂങ്ങട്ടെ. പഞ്ച് കിടക്കുമ്പോൾ ഭാര്യനോട് ഏടി എൻ്റെ തസ്ബീഹിൻ്റെ എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം സാധനം ആണിമ തൂങ്ങണ്ട, എന്നാലല്ലേ പറ്റുള്ളൂ. ആദ്യം ആണിമ തൂങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കൊണ്ടടക്കൽ പിന്നാക്കാം. അപ്പോൾ അതുകൊണ്ട് 2 സാധനം എല്ലാവർക്കും വേണം. ഒന്ന് അവനാൻ്റെ വെച്ചിട്ട് കുറച്ച് വലിയ എഴുത്തൊക്കെ ഉള്ളൊരു മുസാഫ്, മറ്റൊന്ന് ഒരു തസ്ബീഹ് മാല. ഇത് രണ്ടും അവനാന് സ്വന്തമായിട്ടുണ്ടാവണം, വാങ്ങണം എല്ലാവരും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വലിയ ദറജ കിട്ടും അതുകൊണ്ടൊക്കെ. തസ്ബീഹ് മാലൻ്റെ പ്രത്യേകത എന്താ? നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധനമാണ്. നിയമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ് തസ്ബീഹ് മാല. ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ശേഖരിച്ചിരുന്നു എന്നാണ്. ദിക്റോ തസ്ബീഹൊക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അങ്ങോട്ട് വെക്കും, പിന്നെ ഒന്നെടുത്ത് വെക്കും, പിന്നെ ഒന്നെടുത്ത് വെക്കും, കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കും. എന്തിന്? നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കാനാണ്.